അതിന് ഞാൻ പറയാം, 10 വർഷം ഭരിച്ച് ആ ഭരണത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തി ജനങ്ങൾ പുറന്തള്ളിയവർ എല്ലാത്തിനും കുറ്റം കാണും. അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അത് അദ്ദേഹത്തിന് വയ്ക്കാൻ കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ക്രിമിനൽ ലോയർ എന്നുള്ള നിലയ്ക്ക് ഈ സാധാരണ രീതിയിൽ കേസ് നന്നായി വാദിക്കും എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വെച്ച് കാണുക. അതങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജി ആവശ്യപ്പെട്ടു. കാരണം ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. എനിക്ക് തന്നെ ഇന്നലെ ഒരുപാട് ഫോൺ കോൾ വന്നു. ഈ സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നുള്ള പ്രതീക്ഷയുണ്ട്, പക്ഷേ ഈ വക്കീലിനെ വെച്ചത് ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നു എന്നുള്ള വ്യാപകമായ ഭക്തജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. നിയമനം ക്യാബിനറ്റ് നടത്തുമ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല, ക്യാബിനറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് അതൊരു സംശയത്തിന്റെ നിഴൽ ഈ പ്രശ്നം നിൽക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അല്ല, ഭക്തജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെ നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ഏതെങ്കിലും ആരുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന ഏർപ്പാട് UDF-നില്ല. ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാം നല്ല കാര്യങ്ങളും എന്തെങ്കിലും ദോഷം പറ്റിയാൽ അത് ഞങ്ങൾ തുല്യമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ പറയാം, ഇതുവരെയായിട്ട് ഒരു നിയമനവും നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുമല്ലോ. ഇതുവരെയായിട്ട് ഒരു നിയമനവും നടന്നിട്ടില്ല. ഒരുപാട് ഊഹാപോഹങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്നതനുസരിച്ച് അതിന് ഞാൻ ഏതായാലും ഇതൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേണ്ട രീതിയിൽ തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കും.